ഹലോ, ഇന്ന് ഞാൻ ബ്രോക്കോളി വെച്ചിട്ടുള്ള സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ബ്രോക്കോളി ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെക്കാം. ഇനി ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രോക്കോളി അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ ബ്രോക്കോളി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 മുട്ട, കുറച്ച് കുരുമുളക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം, ആ മിക്സ്. അപ്പോൾ നമ്മൾ ബ്രോക്കോളി ഒന്ന് സൈഡിലാക്കി വെച്ചതിന് ശേഷം ഇത് സെൻറ്ററിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നമ്മുടെ ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ട് അതിന് ശേഷം നല്ല സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഈ ബ്രോക്കോളിയും ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് അതിൻ്റെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ബ്രോക്കോളി എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട്